നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അശ്രദ്ധ കൊണ്ടാ വണ്ടി ചരിഞ്ഞതും ദേമുക്ക് മുറിവ് പറ്റിയതും. തെറ്റ് ചെയ്തത് മനോജാണെന്ന് അവന്റെ നാവുകൊണ്ട് എന്നെ കേട്ടില്ലേ? ഏത് കൊലകൊമ്പനായാലും തല്ലുന്നല്ലേ ചേച്ചി വീമ്പളക്കിയത്? തല്ല്. സഹോദരിയുടെ കൈകൊണ്ട് സഹോദരനിട്ട് തന്നെ പൊട്ടിക്കും. തല്ല്. എന്റെ അപേക്ഷ ഒരമ്മയുടെ അപേക്ഷ. മറ്റുള്ളവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ പലരെയും തല്ലിയിട്ടുണ്ട്, തല്ല് വാങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇത് ആദ്യത്തെ അനുഭവം. ഒരു തെറ്റും ചെയ്യാതെയാ ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ അപമാനം സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അമ്മ വിഷമിക്കണ്ട. ഇതിന്റെ പേരിൽ വന്ദനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അളിയൻ പോവാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവായിരുന്നില്ലേ? കിട്ടാനുള്ളത് കെട്ടി വയറ് നിറഞ്ഞു. ശരി അളിയ. മോനെ എന്തോ പന്തികേടുണ്ടല്ലോ. എന്താ അമ്മേ, എന്താ പ്രശ്നം? ജഗനളിയും വിഷമിച്ചു പോകുന്ന പോലെ. ദീമോളുടെ നെറ്റിയിലെ പരിക്ക് കണ്ട് സഹിക്കാനാവാതെ വന്ദന ജഗന്റെ ചെകിട്ടത്തടിച്ചു. എന്തിന്? അമ്മേ, ദിയമോൾക്ക് പരിക്ക് പറ്റിയത് എന്റെ കയ്യിലെ അശ്രദ്ധ കൊണ്ടാ. ഈശ്വര, അതിന് അളിയൻ എന്ത് തെറ്റാ ചെയ്തത്? തല്ലിയത് തെറ്റായി പോയമേ. എന്തായാലും അളിയന മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ സമയം കൊണ്ട് ഞാൻ റിപ്പയർ ചെയ്ത വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് സംഭവം അല്ലേ? കേട്ടല്ലോ, ഒരു കാര്യമില്ലാതെ എന്റെ ഏട്ടൻ കുറ്റക്കാരനായി. കേറി വാ, നീ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. വാ ഇങ്ങോട്ടോ. വരാൻ. വേദനയുണ്ടോ മോളെ? ചെറിയ നീറ്റിലുണ്ട്. നാളെ എല്ലാം മാറുമെന്നാ ഡോക്ടറങ്ങള് പറഞ്ഞത്. എന്റെ അനുവാദം ഇല്ലാതെ ചാടിക്കയറി പുറപ്പെട്ടിട്ടല്ലേ അതിന്റെ ഫലം കിട്ടിയത്. മോൾക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്തു കൊണ്ടുപോയില്ലായിരുന്നോ?
എന്ത് അധികാരത്തിലാ നിങ്ങൾ എന്റെ ഏട്ടനെ തല്ലിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്ത് അധികാരത്തിലാ തല്ലിയെന്ന്? എന്റെ കുഞ്ഞിനെ തള്ളിയിട്ട് ഈ അവസ്ഥയിലാക്കിയതുകൊണ്ട്. അത് ചെയ്തത് ഏത് കൊലകൊമ്പനായാലും ഞാൻ തല്ലിയിരിക്കും. ഇത്രയ്ക്ക് തന്നെയുടെ ഒരു പെണ്ണിനും ചേർന്നതല്ല. പൊളിച്ച് നിൽക്കാതെ നടന്നു എന്താണെന്ന് പറ മനുഷ്യ. ചേച്ചി, വണ്ടി ഓടിച്ചത് ഞാനാ. എന്റെ അശ്രദ്ധ കൊണ്ടാ വണ്ടി ചരിഞ്ഞതും ദേഹമൊക്കെ മുറിവ് പറ്റിയതും. നിലത്ത് വീണ ദിയമോളെ ജഗന ആശുപത്രി കൊണ്ടുപോയതും ചികിത്സിക്കാൻ കൂട്ടുനിന്നത്. ആ ആളെങ്ങനെ തെറ്റുകാരനാവും? ഞാനല്ലേ തെറ്റുകാരൻ? ഉപകാരം ചെയ്തവന്റെ ചെകിട്ടത്തടിച്ചിട്ടാണോ നന്ദി പറയേണ്ടത്? കേട്ടില്ലേ? തെറ്റ് ചെയ്തത് മനോജാണെന്ന് അവന്റെ നാവുകൊണ്ട് തന്നെ കേട്ടില്ലേ? ഏത് കൊലകൊമ്പനായാലും തല്ലൂന്നല്ലേ ചേച്ചി വീമ്പിളക്കിയത്? തല്ല്. സഹോദരിയുടെ കൈകൊണ്ട് സഹോദരനിട്ട് തന്നെ പൊട്ടിക്കും. തല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.